നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെ എൻ്റെ വൈഫിനെ കണ്ടുമുട്ടി, ഞാൻ എങ്ങനെ ഇലായിയെ കണ്ടുമുട്ടി. ഞാനിത് പറയാനുള്ള കാരണം എൻ്റെ കയ്യിൽ കുറേ ആൾക്കാർ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. അപ്പോൾ ഈ 4 വർഷമായിട്ടും എൻ്റെ കയ്യിൽ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ചത്, നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി? അപ്പം ഒരു 4 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേട്ട് പലയിടത്തും ഞാൻ കുറച്ച് കഥകൾ പറഞ്ഞ്, പലയിടത്തും ഞാൻ ചിരിച്ച് കളഞ്ഞ്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ടൈമായി. കാരണം ഞാനിപ്പോൾ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പം യു പീപ്പിൾ ആർ മൈ ഫ്രണ്ട്സ്. നിങ്ങൾക്കും അറിയാൻ താല്പര്യം കാണും ഞാൻ എങ്ങനെയാണ് ഒരു ഇറാൻകാരിയെ കല്യാണം കഴിച്ചത്. കാരണം കേരളത്തിൽ കിടക്കുന്ന ഞാൻ എങ്ങനെ ഒരു ഇറാൻകാരിയെ കല്യാണം കഴിച്ചു. അപ്പം എല്ലാവർക്കും എൻ്റെ കഥയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്, നമ്മളെ തിരുവനന്തപുരം. ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. എൻ്റെ വീട് വന്നിട്ട് നെടുമങ്ങാടാണ്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ 2019, അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് കാലമായിട്ട് അവർക്ക് ഞാൻ കല്യാണം കഴിക്കണം, കാരണം പ്രായം പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞ് കിടക്കുന്ന. എനിക്ക് പണ്ട് തൊട്ടേ കല്യാണം കഴിക്കാനുള്ള താല്പര്യം എനിക്കില്ല. കാരണം എന്തിന് കല്യാണം കഴിക്കണം? കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കറങ്ങി നടക്കണം, ലോകം കാണണം, യാത്ര ചെയ്യണം, പല ആൾക്കാരെ പരിചയപ്പെടണം എന്നൊക്കെ ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അപ്പം എൻ്റെ ലൈഫിൽ ഞാനൊരു സിറ്റുവേഷനായി, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് വന്നു. അതിനുശേഷം ഞാനൊരു ഘട്ടത്തിലോട്ട് ഞാൻ എത്തി. മീൻസ് ഞാനൊന്ന് സെറ്റിൽഡ് ആയപ്പം ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ദ ടൈം ടു എക്സ്പ്ലോർ മാൻ. ദെൻ ഞാൻ എൻ്റെ ലൈഫ് മാക്സിമം ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ആദ്യം വന്നിട്ട് കേരളം മൊത്തം കറങ്ങി, പിന്നെ വന്നിട്ട് ഇന്ത്യ മൊത്തം കറങ്ങി. അതിനുശേഷം ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കറങ്ങി നടന്നു. അപ്പോൾ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു വിചാരം എന്ന് പറയുന്നത് ഒരു 50 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കും. 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മരിക്കാനുള്ളതല്ലേ, പിന്നെ എന്തിന് കല്യാണം? അപ്പോൾ അങ്ങനെ കറങ്ങി നടന്ന സമയത്ത് വീട്ടുകാരെ നിന്ന് ഭയങ്കര പ്രഷർ. ഈ വീട്ടുകാരെ പ്രഷർ എന്ന് പറയുന്നത് നാട്ടുകാരെയും കൂടെ പ്രഷറാണല്ലോ. കാരണം ഇപ്പോൾ എന്നെ ആരും കാണുന്നില്ല, എൻ്റെ വീട്ടുകാരെ കാണുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരിൽ ചോദിക്കുന്ന കാര്യം, എന്തിനാണ് മോൻ കെട്ടല്ലേ, കുറേ കാലമൊക്കെ ആയല്ലോ, ഇങ്ങനെ നടന്നല്ലോ, ചീത്തപ്പേരെല്ലാം ഉണ്ടാക്കി വെക്കുമോ? അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വീട്ടുകാർക്കും പേടി തോന്നി, ഇവ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം, ഇനി അവൻ പോയി എല്ലോ ഒരിക്കലും പോയി പെടുമോ, വല്ല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കി വെക്കുമോ? അങ്ങനെ ഓട്ടോമാറ്റിക്കലി എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷറായി. കല്യാണം കഴിക്കണം. ഞാൻ ഇല്ല, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ അവരിൽ ഒരു കാര്യം പറയും, ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്നെ കെട്ടിക്കണമെന്നുള്ള അത്രയ്ക്ക് ഇതാണെങ്കിൽ എനിക്കൊരു കാണാൻ കൊള്ളാമുള്ളൊരു പെണ്ണ്, ഒരു വളരെ സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിനെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു അവർക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുകൊടുക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെല്ലാം അങ്ങനെ പറഞ്ഞു. അതിനുശേഷം വന്നിട്ട് അവർ തന്നെ ഓക്കെ, ഞങ്ങൾ എനിക്ക് വേണ്ടി കണ്ടെത്തി തരാം. അപ്പോഴും എൻ്റെ വാപ്പ ഒന്നേ പറഞ്ഞുള്ളൂ, പെണ്ണാണ്, അത് വെളുപ്പാണെങ്കിലും കറുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നീ കെട്ടിയാൽ മതി. ഞാൻ പിന്നെ വാപ്പ അങ്ങനെയൊന്നും പറ്റിയൊന്നുമില്ല. ഞാനൊരു കളറിനെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഞാനൊരു കറുപ്പ് മോശമാണെന്ന് പറയുകയല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. ഇത് എൻ്റെ ഒരു താല്പര്യം, എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് രാജ്യങ്ങളിൽ കറങ്ങിയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം എനിക്കൊരാഗ്രഹം തോന്നി, കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടി വളരെ സുന്ദരിയായിരിക്കണം, നല്ല മോഡേൺ ആയിരിക്കണം, നല്ല ലുക്ക് വേണം എന്നൊരാഗ്രഹം എനിക്ക് തോന്നി. എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിച്ചു. പക്ഷെ എന്തോ ഇതിൽ എൻ്റെ ആഗ്രഹം ദൈവം സഫലമാക്കി തന്നു. എൻ്റെ നല്ലതിനാണോ ചീത്തയാണോ എന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. 4 വർഷമായി കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടുകാരെ എനിക്ക് വേണ്ടി പെണ്ണ് നോക്കി തുടങ്ങി. അങ്ങനെ 1-2 പെൺകുട്ടികളെ കാണിച്ചു. എനിക്ക് ഇഷ്ടമായില്ല. അത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, ഇനി നിനക്ക് വേണ്ടി ഞങ്ങൾ പെണ്ണ് നോക്കൂല, ഞങ്ങൾ ഈ പണി മതിയാക്കി. ഞാൻ പറഞ്ഞു ഓക്കെ, ആസ് യു വിഷ്, ബൈ. ഞാൻ എൻ്റെ യാത്രകൾ വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമായപ്പം
എൻ്റെ ഒരു കസിൻ ബ്രദർ വന്നിട്ട് എൻ്റെ ഫാമിലിയിൽ പറയണം, എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ പറയുന്നത്, അണ്ണാ ഒരു പെൺകുട്ടിയുണ്ട് അണ്ണാ, ഇറാനിൽ നിന്നാണ്, നമുക്ക് വേണമെങ്കിൽ സൈദാക്കാക്ക് വേണ്ടി നോക്കാം, നല്ല പെൺകുട്ടിയാണ് എന്ന് എൻ്റെ ബ്രദറിൻ്റെ പറഞ്ഞു. അങ്ങനെ ബ്രദറാണെങ്കിൽ ഫോട്ടോയൊക്കെ വാങ്ങിച്ചു എൻ്റെ ഉമ്മയെ കാണിച്ചു. അപ്പോൾ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനൊരു പെൺകുട്ടിയുണ്ട് ഇറാനിൽ നിന്നാണ്, നിനക്ക് കെട്ടാൻ വേണ്ടി താല്പര്യമുണ്ടോ എന്ന രീതിയിൽ എൻ്റെ ചോദിച്ചു. അപ്പം ഞാൻ കേട്ടത് ഞാൻ പറഞ്ഞു ഇറാൻ വളരെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്, അപ്പോൾ അവിടെ നിന്ന് പെണ്ണ് കെട്ടാൻ എനിക്ക് താല്പര്യമില്ല, കാരണം പെണ്ണ് കെട്ടിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കല്യാണം കഴിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല, നമുക്ക് വക്കീലുണ്ട്, എനിക്ക് വക്കീലായിട്ട് സംസാരിക്കാം, നീ അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ നമുക്ക് വക്കീലായിട്ട് സംസാരിക്കാം, അങ്ങനെ നീ വിചാരിക്കുന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള നാടൊന്നുമല്ല, എനിക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പം എൻ്റെ മനസ്സിൽ അപ്പോഴേ ലഡു പൊട്ടി. പിന്നെ എനിക്കറിയാം ഇത് ഒരിക്കലും നടക്കാൻ പോണ കാര്യമില്ല, കാരണം അവിടെ കിടക്കുന്ന പെൺകുട്ടിയെ എനിക്ക് എന്തായാലും കെട്ടാൻ പറ്റത്തില്ല. അപ്പം ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ നിന്നില്ല, ഞാൻ നടക്കത്തില്ല, ജസ്റ്റ് ഒരു ഇത്. അപ്പം അതിനുശേഷം എൻ്റെ വീട്ടുകാർ, എൻ്റെ മൈനി, എൻ്റെ ചേട്ടൻ്റെ വൈഫ് വന്നിട്ട് ഇലായായിട്ട് കോണ്ടാക്ട് ചെയ്തു, സംസാരിച്ചതിന് ശേഷം ഇലായി പറഞ്ഞു ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല. അപ്പം പയ്യൻ്റെ എന്നെ വിളിക്കാൻ പറയും, സംസാരിക്കാൻ പറയും. അങ്ങനെ എൻ്റെ വീട്ടിൽ എന്നെ പുഷ് ചെയ്യാൻ തുടങ്ങി, നീ ആ പെണ്ണിനെ സംസാരിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ലക്കിയല്ലേ, ഞാൻ ഭാഗ്യവാനല്ലേ. എനിക്കറിയത്തില്ല എൻ്റെ വീട്ടുകാർ എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ പറഞ്ഞത്, നീ സംസാരിക്കും, നീ അത് നോക്ക്, ആ പ്രപ്പോസൽ നോക്ക്. എനിക്കിപ്പോഴും ഇത്രയും കാലം ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല, കാരണം പൊതുവേ ഒരു വീട്ടുകാരും പറയത്തില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ കാഴ്ചപ്പാടുകൾ വേറെയാണെന്നുള്ള അവർക്ക് മനസ്സിലായി കഴിഞ്ഞാണ്, അതുകൊണ്ടായിരിക്കും അവർ സംഭവിച്ചത്. പക്ഷെ എന്തോ അവർ സംഭവിച്ചു. ഞാനങ്ങനെ പുള്ളിക്കാരിയെ വിളിച്ചു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയാം ഇത് ഒരിക്കലും നടക്കാൻ പോണ കാര്യങ്ങളല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ട് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, എന്തിനും എന്നെ കല്യാണം കഴിക്കണം. അപ്പം കാരണം എൻ്റെ ഞാനും ഈ കുട്ടിയായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ല, ഞാൻ ഇലായെ വിളിച്ച് സംസാരിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ പറയില്ല, എൻ്റെ ഒരു കസിൻ ബ്രദറാണ് ഈ ഒരു പ്രപ്പോസൽ എനിക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെ സാർ ലെക്ചറർ ഇവൻ്റെ കയ്യിൽ പറഞ്ഞു, എടാ ഒരു പെൺകുട്ടിയുണ്ട്, അതിന് പറ്റിയൊരു പയ്യനുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഒരു മലയാളി പയ്യൻ, നല്ലൊരു മലയാളി പയ്യനുണ്ടെങ്കിൽ നോക്കാം, നീ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ നോർമലായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ അവൻ ചാടി കയറി പറഞ്ഞു, എൻ്റെ മാമയുടെ മോനുണ്ട്, പുള്ളിക്കാരൻ കെട്ടാതെ നിൽക്കുകയാണ്, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഈ പ്രപ്പോസൽ എനിക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ സാറും ഒന്ന് അന്വേഷിച്ചു, എന്നെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷം പുള്ളിക്കാരൻ ഞാൻ ഓക്കെ ആണെന്നുള്ള, എൻ്റെ ഫാമിലി ഓക്കെ എന്നുള്ളൊരു ഉറപ്പ് വന്നതിന് ശേഷമാണ് പുള്ളിക്കാരൻ ഇലായുടെ ഫോട്ടോയും ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം എൻ്റെ കസ്റ്റഡിയിൽ കൊടുത്തത്. അതാണ്. അങ്ങനെ ഞാനെന്ത് പറയാം, ഇങ്ങനെ ഞാൻ ഇലായായിട്ട് സംസാരിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഡൗട്ടാണ്, കാരണം ഇവളെന്തിന് ഒരു മലയാളിയെ കെട്ടണം. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ അവരായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരിങ്ങനെ ഒരു മലയാളിയെ കെട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവൾക്ക് വന്നിട്ട് എന്നെ കല്യാണം കഴിയുക, അതിനുശേഷം ഇവൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടും, ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്നെ കളഞ്ഞിട്ട് അവൾക്ക് വേറെ എവിടെയെങ്കിലും പോകണം എന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ സത്യം അതൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഞാനത് ഇലായടുത്ത് ഞാൻ തുറന്നു ചോദിച്ചു, എന്താണ് നിൻ്റെ ഉദ്ദേശം, എന്താണ് നിൻ്റെ ഉദ്ദേശം, ഇങ്ങനെയാണോ? കാരണം ഞാൻ ഈ സാറെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇലായിക്ക് PhD എടുക്കാൻ വേണ്ടിയിട്ട് UK പോകാൻ താല്പര്യമുണ്ട്, അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, സംഭവം എന്തായാലും എന്നെ കെട്ടി എന്നെ ഡംപ് ചെയ്യാനുള്ള സെറ്റപ്പായിരിക്കും. ഇതൊക്കെ നമുക്കിത് അറിയത്തില്ലല്ലോ. നമ്മളെ വിചാരം എന്ന് പറഞ്ഞാൽ ഒരാൾ കല്യാണം കഴിച്ചാൽ അടുത്ത ദിവസം നാഷണാലിറ്റി കൊടുക്കുന്നു, പിന്നെ നമ്മൾ ഡംപ് ചെയ്ത് പോകും എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഇരുന്നത്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഒരാൾ കല്യാണം കഴിച്ചാൽ നാഷണാലിറ്റി കിട്ടണമെങ്കിൽ 5 വർഷം എടുക്കും. അത് 5 വർഷം ചുമ്മാ ഒന്നും കിട്ടത്തൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ഇലായടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് ഇലായി, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇലായി പറഞ്ഞു, ഞാനൊരിക്കലും നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ സാറ് ഒരു ഫോട്ടോ കാണിച്ചു തന്നു, താല്പര്യം ഉണ്ടാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നോക്കാം, ആൾ കൊള്ളാമെങ്കിൽ നോക്കാം എന്ന രീതിയിലേ ഞാൻ പറഞ്ഞോളൂ.
അങ്ങനെ ഞാൻ ലിങ്കായി. അപ്പോൾ ഞാൻ ഓക്കെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ക്ലിയർ ആയില്ല. ചെറിയ ചെറിയ സംസാരങ്ങളായി. അവൾ നമ്മളെ നാടിനെ പറ്റി കുറ്റം പറഞ്ഞു, ഞാൻ തിരിച്ച് അവളെ നാടിനെ പറ്റി കുറ്റം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ വാരി എറിഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വി കം ടു വൺ പോയിന്റ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. കാര്യങ്ങളൊക്കെ ഒരു ചെറിയ രീതിയിലോട്ട് വന്നു. നമ്മൾ ട്രാക്കിലോട്ട് വന്നു. കാര്യങ്ങളൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു. കാര്യങ്ങളൊക്കെ ഒരു ട്രാക്കിലോട്ട് വന്നതിന് ശേഷം ഒരു 2-3 മാസം നമ്മൾ ഫോണിൽ കൂടെ ഒരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. കോൺടാക്റ്റ് എന്ന് പറയുന്നത് 24 മണിക്കൂർ വിളിക്കുകയും സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഒരു സമയം വിളിക്കും, സംസാരിക്കും, ജസ്റ്റ് അങ്ങനെ. അപ്പം അങ്ങനെ പോയപ്പം ഞാനാണ് പറഞ്ഞത്, നമുക്ക് ഇപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം അവൾക്ക് വന്നിട്ട്, പുള്ളിക്കാരി വന്നിട്ട് അവിടെ ഒരു കോളേജിൽ ലെക്ചറായിരുന്നു, സർക്കാർ ജോലിയായിരുന്നു. പാവം അവളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെട്ടതിന് ശേഷം പുള്ളിക്കാരിക്ക് സർക്കാർ ജോലി കിട്ടി. അത് കിട്ടിയ ശേഷം പുള്ളി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന് 6 മാസമായപ്പോൾ ഞാൻ ആ ജോലി അവളെ കൊണ്ട് കളയിപ്പിച്ചു. എന്നാൽ നമുക്കിപ്പോൾ മാരേജ് കഴിക്കുമ്പോൾ അവൾക്ക് എന്തായാലും ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അവൾക്ക് അത് നിർത്തിവിടാൻ, കാരണം നമ്മൾ ഇന്ത്യയിലോട്ട് സെറ്റിൽ ആവാനുള്ളതാണല്ലോ. അപ്പം ഞാൻ കാരണം അവൾക്ക് കിട്ടിയൊരു നല്ലൊരു ജോലി പോയി. ഈ ഒരു കല്യാണം കാരണം സർക്കാർ ജോലിയാണ്, അത് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് നേരിട്ട് കാരണം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ നേരമില്ല. പുള്ളിക്കാരിയും ബിസി, ഞാനും എൻ്റെ ബിസിനസ് കാര്യമുണ്ട്, ഞാനും ബിസി. അങ്ങനെ ഞാൻ പിന്നെ നമുക്ക് എന്തായാലും സംസാരിക്കണം. കാരണം സംസാരിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കണം. കാരണം നമ്മൾ കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ കല്യാണം കഴിക്കണ്ടേ എന്നൊരു കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാകണമല്ലോ. അങ്ങനെ 2019 മെയ്യിൽ പുള്ളിക്കാരി ഒരു 15 ദിവസത്തെ വിസിറ്റിന് നമ്മളെ കേരളത്തിൽ വന്നു. അങ്ങനെ 15 ദിവസം പുള്ളിക്കാരി കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഈ 15 ദിവസമാണ് എൻ്റെ കയ്യിലുള്ള ഏക സമയം. ഈ 15 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കണം നമ്മൾ തമ്മിൽ ഓക്കെ ആവോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാൻ പറ്റുമോ എന്ന കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഫാമിലി അതിന് സപ്പോർട്ടായിരുന്നു. അവരും പറഞ്ഞു ഓക്കെ, അവൾ വരട്ടെ, നിങ്ങൾ തമ്മിൽ കാണി, സംസാരിക്കുക, കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ 15 ദിവസം അവളിവിടെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ ഡെയിലി പോയി പുള്ളിക്കാരിയെ കാണും. പിന്നെ ചില ദിവസങ്ങളിൽ പിന്നെ വന്നിട്ട് പുള്ളിക്കാരി നാട്ടിൽ വന്നപ്പം ഞാൻ ഒറ്റയ്ക്ക് പോയല്ല പുള്ളിയെ റിസീവ് ചെയ്തത്. ഞാനും എൻ്റെ ഹോൾ ഫാമിലിയായിട്ടാണ് പോയത്. 2019 മെയ്യിൽ പുള്ളിക്കാരി വരുന്ന ഞാനും എൻ്റെ ഫുൾ കുടുംബവുമായിട്ട് പോയി. പുള്ളിക്കാരിയെ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു 14 ദിവസം നമുക്കുണ്ടായിരുന്നു. ആ 14 ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ വന്നിട്ട് എൻ്റെ റിലേറ്റീവ്സിനെ കാണിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു ഞങ്ങൾ കല്യാണം കഴിക്കുമെന്നൊന്നും. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് എന്തോ ഭയങ്കര ഒരു ഉറപ്പായിരുന്നു, നിങ്ങൾ കല്യാണം കഴിയും. കാരണം ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി അവളെ റിസീവ് ചെയ്യാനായിരുന്നു. പക്ഷേ എൻ്റെ ഫാമിലി വന്നു, എൻ്റെ ഒരുപാട് ബന്ധുക്കൾ വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇൻ കേസ് ഇനി ഞങ്ങൾ തമ്മിൽ ഇത് ഓക്കെ ആയില്ലെങ്കിൽ അറിയാമല്ലോ, നമ്മളെ നാടറിയാമല്ലോ, ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കാനും പിന്നെ എനിക്ക് ആ നാട്ടിൽ നിന്നൊരു പെണ്ണ് കിട്ടാനും പറ്റില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ എന്തോ ഒരു ഇതിൽ നമ്മൾ ഒരുപാട് സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ എൻ്റെ വർക്ക് പ്ലേസ് ഞാൻ കാണിച്ചു കൊടുത്തു, എൻ്റെ ലൈഫ് ഞാൻ എന്താണെന്ന് കാണിച്ചു കൊടുത്തു, എൻ്റെ റൊട്ടീൻസ് എന്താണെന്നുള്ളത് ഞാൻ പുള്ളിക്കാരിയെ കാണിച്ചു കൊടുത്തു, എൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തി. അതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പയായിട്ട് എനിക്ക് സംസാരിക്കണം. കാരണം പുള്ളിയുടെ വാപ്പയുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ പുള്ളിക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം 15 ദിവസം നമ്മൾ ഒരുമിച്ച് നിന്നതിന് ശേഷം, ഒരുമിച്ച് നിന്നുകൊണ്ട് ഞാൻ അവളെ കൂടെ നിന്നല്ല, പുള്ളിക്കാരി ഒരു സ്ഥലത്ത് താമസിച്ചു. ഞാൻ രാവിലെ പോവും, പുള്ളിക്കാരി അവിടെ നിന്ന് കൊണ്ടുവരും, നമ്മൾ കറങ്ങും, വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവൾ നാട്ടിൽ തിരിച്ചു പോയതിന് ശേഷം ഉള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് അവളെ വാപ്പായെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്നുള്ളതായിരുന്നു. പുള്ളിക്കാരൻ വന്നിട്ട് പട്ടാളത്തിലാണ്. പട്ടാളത്തിൽ ഒരു ഐ ഓഫീസറായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിവിടുത്തെ മേജർ എന്നൊക്കെ പറയുമല്ലോ, മേജർ എന്ന രീതിയിലൊക്കെ പറയുന്ന പോലെ പുള്ളിക്കാരൻ അവിടുത്തെ ഒരു വലിയൊരു ഒഫീഷ്യലായിരുന്നു. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു പുള്ളിക്കാരൻ സമ്മതിക്കുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്താം, കാരണം ഇപ്പം തന്നെ ഓൾറെഡി 14 മിനിറ്റായി. ഞാൻ ഇനിയും പറഞ്ഞ് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇലായിയുടെ വാപ്പ എൻ്റെ കല്യാണത്തിന് സമ്മതിച്ചോ, പുള്ളിക്കാരൻ സമ്മതം മൂളിയോ എന്നിവ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ,
ഈ സമയത്ത് എൻ്റെ എവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചായിരുന്നു. അപ്പം എല്ലാം ഞാൻ പറഞ്ഞുതരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് if you like my video, please like, please share, please subscribe. Thank you so much.